ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെയാണെങ്കിലേ ബെൽജിയത്തിൽ നിന്ന് ലോഡും എടുത്ത് DHൻ്റെ ലോഡായിരുന്നു. വെളുപ്പിലെ 2 മണിക്ക് വണ്ടി അൺലോഡിങ് ആയിരുന്നു. അൺലോഡിങ് കഴിഞ്ഞ് പിന്നെ പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അടുത്ത് വേറെ പാർക്കിംഗ് ഇല്ല. പിന്നെ കറക്കി കുത്തിയിട്ട് ഒരു ലൊക്കേഷൻ അങ്ങ് ഇട്ടു. ആ പോകുന്ന വഴിയിൽ ആദ്യം കിട്ടുന്ന പാർക്കിംഗ് കയറാമെന്നുള്ള രീതിയിൽ പോയി 27 കിലോമീറ്റർ ഓടി വന്നു. 27 കിലോമീറ്റർ ഓടി വന്നിട്ട് കൊണ്ടിട്ടേക്കുന്ന പാർക്കിങ്ങാണിത്. പക്ഷേ വലിയ ഒരു സുഖമുള്ള പാർക്കിംഗ് അല്ല, ഒരു അടഞ്ഞു മൂടിയ പാർക്കിങ്. നമുക്ക് വേറൊരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ആ പ്ലാനിങ് ഇട്ടിട്ട് നമുക്ക് ഏതെങ്കിലും നല്ല പാർക്കിംഗ് ചൂസ് ചെയ്ത് കയറാമായിരുന്നു. പക്ഷേ വേറെ പ്ലാനിങ് ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓടി പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് കിടക്കുന്ന ഒരു പാർക്കിങ്ങാണ് ജർമ്മനിയിൽ. പിന്നെ ഇനി ഇതിൽ ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് വരുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അവർ അടുത്ത പ്ലാനിങ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണ് അൺലോഡ് ചെയ്തത് അവിടെ നിന്ന് അടുത്ത ലോഡിങ് പോയിൻറ്റിലോട്ടുള്ള കിലോമീറ്റർ വെച്ചാണ് അവർ നമുക്ക് കിലോമീറ്റർ തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 27 കിലോമീറ്റർ റിട്ടേൺ ഓടണമെന്നുണ്ടെങ്കിൽ 54 കിലോമീറ്റർ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതേസമയം നമ്മൾ ഓടി വന്ന ഡയറക്ഷനിലാണ് അടുത്ത ലോഡ് എടുക്കാൻ പോകേണ്ടത് എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇത് കുറച്ച് വരുള്ളൂ, കിലോമീറ്റർ നമ്മളെ കയ്യിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് രക്ഷപ്പെടും, ചില സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് കിലോമീറ്റർ പോകും. അപ്പോൾ അവർ അതിന് പേയ്മെൻറ്റ് ഈടാക്കും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. പിന്നെ ബെൽജിയത്ത് ഇതുപോലെ കാലിക്ക് വണ്ടി കൊണ്ട് ഇട്ടിട്ടുന്ന് ഡോറ് തുറന്നിട്ടില്ലായിരുന്നു. ട്രെയിലറിൻ്റെ ഡോറ് തുറന്നിടാതെ നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ടാർപ്പ അവർ ശകലം കീറിയിട്ട് എന്ത് ഐറ്റമാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കി. ഇവിടെ കീറിയത് ഈ കാണുന്ന ഭാഗം. അങ്ങനെ നോക്കിയപ്പോൾ കാലി വണ്ടി അവരങ്ങ് പോയി. പിന്നെ അത് പിറ്റേ ദിവസം ഞാൻ ഇറങ്ങി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കണ്ടു എൻ്റെ കയ്യിൽ ഇത് ഒട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഒട്ടിച്ച് ക്ലിയർ ചെയ്തു. എന്നിട്ട് ഇവിടെ വണ്ടി കൊണ്ടിട്ടപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഡോറ് തുറന്നു വെച്ചിട്ടുണ്ട്. ഡോറ് തുറന്നു വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ അവർ ടാർപ്പയൊന്നും കീറത്തില്ലല്ലോ, കാലി. ഇപ്പോൾ അനീഷ് ഇവിടെ നിന്ന് കുളിച്ചു. അതാണ് ഇവിടെ വെള്ളം നനഞ്ഞ് കിടക്കുന്നത്. ഈ പമ്പിൽ കുളിക്കാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിടാ, അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നീ ഇതിനകത്ത് കയറി നിന്ന് കുളിക്കാൻ പറഞ്ഞു. ഞാനും ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ കയറി നിന്ന് കുളിക്കില്ലേ എന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. പിന്നെ ഡെയിലി ഒന്നും കുളിയും കാര്യമൊന്നും നടക്കത്തില്ല. ഇവിടെ വെള്ളം എടുക്കാനും സെറ്റപ്പില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വെള്ളം ഫുള്ളാക്കി എടുത്തുകൊണ്ട് വന്നു, കുപ്പികളിലൊക്കെ പിടിച്ച് ഫുള്ളാക്കി എടുത്തുകൊണ്ട് വന്നതിൻ്റെ പേരിൽ നിന്ന് കഴിച്ചില്ലായി. അപ്പോൾ ഈ ആഴ്ചത്തെ വീക്കെൻഡിൽ തുണി കഴുകിയിടാനൊന്നും പറ്റത്തില്ല, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം. ഇനി നാളെ മറ്റന്നാൾ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് പോകുമ്പോഴേ അടുത്ത പാർക്കിങ്ങിൽ കയറി വെള്ളം എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് കയറി വെള്ളമൊക്കെ പിടിച്ച് ഫുള്ളാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെറിയ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെനിക്കറിയാവുന്നുള്ള രീതിയിൽ ജെന്യുവിനായിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.